പാലക്കാട് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ താലൂക്ക് ട്രൈബൽ ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതായിട്ട് 2 മണിക്കൂർ പിന്നിടുകയാണ്. പകരം സംവിധാനം ഏർപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രധാന വാർഡുകളിലും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ. മണ്ണാർക്കാട് നിന്ന് ജനറേറ്റർ എത്തിക്കാനാണ് നിലവിലെ തീരുമാനം. ആശുപത്രിയിൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഒരേ ഒരു ആശുപത്രിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ഇപ്പോൾ ഈ വൈദ്യുതി മുടക്കം അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലാത്ത സ്ഥിതിയുള്ളത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിനോടകം എന്തെങ്കിലും നീക്കം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ? നിലവിൽ ആശുപത്രിയിലെ വൈദ്യുതി സംവിധാനം നിലച്ചിട്ട് 3 മണിക്കൂറാവുകയാണ്. ഇതുവരെയും ബദൽ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ജനറേറ്റർ പ്രവർത്തിക്കാത്തതോടു കൂടിയാണ് ICU അടക്കമുള്ള പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചത്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ 100 kV പവറുള്ള ഒരു ജനറേറ്റർ സംവിധാനമാണ് വേണ്ടത്. ഇത് അട്ടപ്പാടിയിൽ നിന്നും എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് നിന്ന് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതോടുകൂടി ജനറേറ്റർ ഇപ്പോൾ മണ്ണാർക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിൽ ഈ സംവിധാനം എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറുകളോളമായി ഇപ്പോൾ ആശുപത്രിയിൽ കറണ്ടില്ല. ഈ പാലക്കാട് നിന്നുള്ള വൈദ്യുതി അത് നിലച്ചതോടു കൂടിയാണ് അട്ടപ്പാടി ആശുപത്രി താലൂക്ക് ട്രൈബൽ ആശുപത്രി പ്രവർത്തനം നിലച്ചത്. പ്രജിത്ത്, ശരി. ആശുപത്രിയിൽ ഷംനയാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.